പെഹൽഗാമിന് ശേഷം ഇന്ത്യ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയതിന് പിന്നാലെ പല ഭീകരവാദികളും അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരും പിടിയിലാകുന്നതും അവരുടെ സാന്നിധ്യമുള്ളതും ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും മാറിയാണ്. ഉദാഹരണം ജമ്മു, ഗുജറാത്ത്, ഇപ്പോൾ ഏറ്റവും അവസാനം ബീഹാർ. അത് എന്തുകൊണ്ടാണ് ഭീകരവാദികൾ ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുന്നത്? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു ഭീകരാക്രമണം ഉണ്ടാക്കിയിട്ട് ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ ഈസ് സ്റ്റിൽ ഇൻ ഓപ്പറേഷൻ. അത് നിർത്തിവെച്ചിട്ടൊന്നുമില്ല. ട്രംപ് പറയുന്ന ചുമ്മാ വെടിവായത്തം പറയുന്നത് പോലെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് യുദ്ധം നിർത്തി. യുദ്ധം ഇവിടെ നിർത്തി? യുദ്ധം നമ്മൾ തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 2 നുഴഞ്ഞുകയറ്റക്കാരെ, ഇൻഫിൽട്രേറ്റേഴ്സ്, നമ്മുടെ സൈന്യം വെടിവെച്ച് കൊന്നത്. വെടിച്ചു തീർത്തോടെ ഇന്ത്യയിലേക്ക് കാലെടുത്ത് കുത്തുന്നതിന് മുമ്പേ വെടിവെച്ച് കഴിഞ്ഞു. അവരുടെ രാജ്യത്ത് തന്നെ വെടിയേറ്റ് മരിച്ചു. ഇങ്ങനെയുള്ള വളരെ ശക്തമാക്കിയിട്ടുണ്ട് ഇൻ്റലിജൻസ് സംവിധാനം. ആരെവിടെ നുഴഞ്ഞു കയറിയാലും അപ്പോൾ ഇന്ത്യക്ക് അറിയാം, ഇന്ത്യൻ പട്ടാളക്കാർക്ക്. പട്ടാളക്കാരുടെ കമാൻഡർമാർ അതിനുള്ള നിർദ്ദേശം കൊടുക്കും, വെടിവെച്ച് അവിടെ തീർക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് സ്റ്റിൽ ആക്ടിവേറ്റഡ്. അത് ഡിസ്ഫങ്ഷണലായിട്ടൊന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹസത്തിന് മുതിർന്നാൽ തീർന്നു പാകിസ്ഥാൻ. ആ രീതിയിൽ വെച്ചിരിക്കുക. ഒരു ട്രംപും ഉണ്ടാവില്ല മധ്യസ്ഥത പറയാൻ. ട്രംപൊന്നും പറഞ്ഞിട്ടുമില്ല. ജോർജ് വാൻസാണ് പറഞ്ഞത് വലിയ യുദ്ധം നടത്താൻ പോവുകയാണെന്ന്. വലിയ യുദ്ധം നടത്തിയാൽ അതിലും വലിയ യുദ്ധം ഞങ്ങൾ നടത്തുമെന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വാസ്തവം. പിന്നെ നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തലയ്ക്ക് വെളിവുകെട്ട രീതിയിൽ ഓരോ പ്രസ്താവങ്ങൾ നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ചുങ്കം ഏർപ്പെടുത്തും. അത് കേട്ട് മോദി പേടിച്ചു. ചുങ്കം കേട്ടാൽ പേടിക്കുന്ന ആളല്ല മോദി എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റിനെ 4 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കേണ്ടി വന്നു. 4 തവണയും ഫോൺ എടുക്കാതെ നിരാകരിച്ച് അദ്ദേഹത്തെ അപമാനിച്ചു. നയതന്ത്ര ഭാഷയിൽ ഏറ്റവും കടുത്ത ഒരു ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് അദ്ദേഹത്തിനോട് നേരെ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന് നേരെ മാത്രമല്ല, ഫോൺ എടുക്കാത്തത് വഴി തന്നെ എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അമേരിക്കയ്ക്ക് നേരെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പിന്നത്തെ ഒരു കാര്യം, ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൻ്റെ മന്ത്രിയും പറയാത്തതുപോലെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ പെട്രോൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് കച്ചവടം നടത്തുന്നതായിട്ട് അറിയുന്നു. എന്നാൽ പോയി താൻ കേസ് കൊടുക്കുക എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയെന്നേ എന്ന് മുഖത്തടിച്ച പോലെ ഒരു മറുപടിയും കൊടുത്തിരിക്കുകയാണ്. ഈ ബീഹാറിൽ 3 ഭീകരവാദികൾ നുഴഞ്ഞു കയറിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നാം വലിയൊരു ആക്രമണത്തിന് ഇരയായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ വാർത്ത എങ്ങനെ നോക്കിക്കാണും? അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സർവേ പ്രകാരം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി വമ്പിച്ച ഒരു വിജയം നേടാൻ പോവുകയാണ്. അവിടെ നിന്നാണ് നമുക്കറിയാൻ കഴിയും. ഇന്ത്യ മുന്നണി അതെ, ഇന്ത്യ മുന്നണി അല്ല, ഇന്ത്യ മുന്നണി. അവിടെ ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതാണ് ഏറ്റവും പൊതുവിൽ ദേശീയ മാധ്യമമായിട്ടുള്ള ടൈംസ് നൗവിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സർവേകളിലൂടെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തരിപ്പണമാകുമെന്ന് അറിഞ്ഞതിൽ പിന്നെ അവിടെ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഒരു ഇക്വിലിബ്രിയം മാറ്റിമറിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഇത് പക്ഷേ അവർ കടന്നു വന്നിരിക്കുന്നത് കാശ്മീർ അതിർത്തി കൂടല്ല, കംപ്ലീറ്റ് അവിടെ സെക്യൂർഡാണ്. കംപ്ലീറ്റ് അവിടെ നമ്മുടെ പട്ടാളക്കാർ നിതാന്ത ജാഗ്രതയിലും ഇൻ്റലിജൻസ് ഇൻപുട്സ് അതിൻ്റെ പെർഫെക്ഷനിലുമാണ്. അപ്പോൾ അതുവഴി ഒരു പഴുതുമില്ല ഇങ്ങോട്ട് കടന്നു വരാൻ. പിന്നെ അവർക്ക് കിട്ടാവുന്ന സേഫ്റ്റി ഹാവൻ എന്ന് പറയുന്നത് കാഠ്മണ്ഡു ആണ്, നേപ്പാളിലെ കാഠ്മണ്ഡു. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് യാത്രാരേഖകളുടെ ആവശ്യമില്ല. ആ പഴുതുപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരായിട്ട് ചമഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ അതും നമുക്ക് വിവരം കിട്ടി. ഇൻ്റലിജൻസ് മുൻകൂട്ടി തന്നെ കണ്ടുപിടിച്ചിരുന്നു. അവരുടെ ലക്ഷ്യം ഓഗസ്റ്റ് 15-നുള്ള സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ, അതിൽ കുഴപ്പങ്ങളും അട്ടിമറികളും ഉണ്ടാക്കിക്കൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഇൻ്റലിജൻസ് ഇൻപുട്ട് കൊണ്ട് മുൻപേ കൂട്ടി തന്നെ നടത്തും. ഇനിയിപ്പോൾ ബീഹാറിൽ അവരുണ്ട്. ബീഹാറിൽ അവരെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ ഫുള്ളസ്റ്റ് മൊമെൻറ്റത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അവരിപ്പോൾ പോലീസിൻ്റെ പിടിയിലാണ്. കാര്യങ്ങളൊന്നും എല്ലാം വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്. ബീഹാറിൽ ആക്രമണം നടത്താനായിരുന്നോ ഡൽഹിയിൽ ആക്രമണം നടത്താനാണോ എന്നുള്ളതിൻ്റെ കാര്യം നമുക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന വിവരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരൊറ്റ ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാരണം വിരണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതിൻ്റെ തെളിവും.
അതുപോലെ തന്നെ അമേരിക്കയുടെ കാല് പിടിച്ചതും അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇന്ത്യയുടെ മാപ്പ് പറഞ്ഞതും അവരുടെ പട്ടാള കമാൻഡറാണ്, ഇന്ത്യയുടെ പട്ടാള കമാൻഡർ അല്ല എന്ന ഇന്ത്യയുടെ വാദത്തെ സാധൂകരിക്കുന്നതുമാണ് സ്ഥിതിവിശേഷങ്ങൾ. അപ്പോൾ ഇത്ര അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിൽ അമേരിക്കയെ പോയി മൂക്കുമുട്ട ശാപ്പാട് കഴിച്ച അസീം മുനീർ എന്തുകൊണ്ടാണ് ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളിയോ അല്ലെങ്കിൽ നിലപാടോ സ്വീകരിക്കാത്തത്? മിണ്ടാതിരുന്ന് കളയുന്നത് എന്താ? ഭീകരന്മാരെ ഇങ്ങോട്ട് അയച്ചുകൂടെ? അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ അവർക്ക്. അമേരിക്കയെ നമ്മൾ ആക്ഷേപിക്കുകയാണല്ലോ, അവരുടെ ചുങ്കത്തെ തൃണവൽഗണിക്കുകയാണല്ലോ നമ്മൾ ചെയ്തത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു താങ്ങായിട്ട് ഇതെന്താ ഒരു അറ്റാക്കിന് വരാത്തത്? എന്താ വരിയാത്തത്? അസീം മുനീർ ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും, സിന്ധു നദിയിൽ ഞങ്ങൾ ബോംബ് വെക്കുമെന്ന് ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. അതുപോലെ തന്നെ ഇനി ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും. ഇതൊക്കെ വാചകത്തിൽ, ട്രംപിന്റെ വാചകമടി പോലുള്ള വാചകമടിയിൽ മാത്രമല്ലേ കലാശിക്കുന്നുള്ളൂ. ഇതിന്റെ നീക്കങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം ബീഹാർ ലക്ഷ്യമിട്ടാണോ? രാഹുൽ ഗാന്ധി ഒരു ഭാഗത്തുണ്ട്. രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തിയാണോ ക്ഷണിച്ചു വരുത്തിയാവാനാണ് എനിക്ക് സാധ്യത. കാരണം നിങ്ങളൊരു കാര്യം ചെയ്യുക, കാശ്മീർ ഇന്ത്യൻ പട്ടാളം സമ്മതിക്കുന്നില്ലെങ്കിൽ കാഠ്മണ്ഡു കൂടെ പോരും, ഇവിടെ കുറച്ച് കുഴപ്പമുണ്ടാക്കുക. ഞാനിവിടെ വോട്ട് ചോരി എന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ സർവേ പ്രകാരം അത് രാഹുലിനെതിരെ വലിയ വിമർശനമുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിൽ, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരെ വിവിധ കടന്നാക്രമണങ്ങൾ, അത് തീരുവയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യം നിൽക്കുമ്പോഴാണ് അതിന് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകളും അതോടൊപ്പം തന്നെ വോട്ട് ചോരി പറയേണ്ട സമയമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. വോട്ട് ചോരിയാണ്. വിവരമുള്ള എന്തെങ്കിലും കാര്യം അയാളുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? അവിടെ നമ്മുടെ എത്ര വിമാനം തകർന്നു എന്ന് പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ദിവസം അയാൾ പറയുന്നത് കേട്ടു, ട്രംപ് പറഞ്ഞു 24 മണിക്കൂറിനാവും യുദ്ധം നിർത്തണമെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി 5 മണിക്കൂർ കൊണ്ട് യുദ്ധം. ഇങ്ങനെയൊക്കെ വെളിവുകെട്ട രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇയാൾ ഇതങ്ങനെ അറിഞ്ഞു? ഇയാൾ ഈ ചർച്ച നടക്കുമ്പോൾ ട്രംപ് പറയുമ്പോൾ ഫോണിൻ്റെ ഓപ്പറേറ്ററായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. വില കുറഞ്ഞ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ അപമാനിക്കുന്ന, ഇവിടുത്തെ ആളുകളെ അപമാനിക്കുന്നത്. ഇതിനാരാ അവകാശം കൊടുത്ത നെഹ്റു കുടുംബത്തിന്? ആ 34 വയസ്സുകാരി അറ്റ് 124 എന്നും പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി വോട്ട് ചോരി എന്നും പറഞ്ഞ് അവരുടെ പടം വെച്ച് പരസ്യം നടത്തിയപ്പോൾ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവർ ചോദിച്ച ചോദ്യമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് ആരാണ് ഇതിനൊക്കെ അവകാശം തന്നത് ഒരു രാജ്യത്തെ അപമാനിക്കാൻ? ആ രാജ്യത്തിരുന്നു കൊണ്ട് അതിൻ്റെ സർവ്വ ഗുണങ്ങളും അനുഭവിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലുള്ള ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷയും അനുഭവിച്ചുകൊണ്ട്, പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിലുള്ള ശമ്പളവും പറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നിങ്ങളെ ട്രംപിനെ പോലെ പറയാൻ നിങ്ങൾ ആരാ? നിങ്ങളെങ്കിൽ ട്രംപിൻ്റെ അടുത്ത് പോയി, ട്രംപിൻ്റെ അടുത്തുനിന്ന് കൂടുതൽ വിവരം ശേഖരിക്കാമല്ലോ. അവിടെ ക്യാപിറ്റോൾ ഹിൽസിൽ പോകൂ നിങ്ങൾ. ഇന്ത്യക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ശാപമായിട്ടും ഭാരമായിട്ടും നിങ്ങളിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ശശി തരൂരിൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും പഠിച്ചുകൂടെ? നിങ്ങളുടെ സൽമാൻ ഖുർഷിദിൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും പഠിച്ചുകൂടെ? നിങ്ങളിപ്പോൾ ഈ വിവരക്കേടുകളും പൊള്ളത്തരങ്ങളും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ മിണ്ടാതിരിക്കുന്നവർ നിങ്ങളുടെ ശത്രുക്കളാണ്. അതാണ് ബാലാക്കോട്ടിലെ തെളിവുകൾ കൊണ്ട തരൂ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ, പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണെന്ന് നിങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ ദേശീയ അഭിമാനത്തെ, നാഷണൽ ഓണറിനെ തകർത്തപ്പോൾ റായ്ബറേലിയിലും അമേത്തിയിലും നിങ്ങൾ പൊട്ടിപ്പാളീസായത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരസ്കരിച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾ ക്ഷമാശീലരായതുകൊണ്ട് നിങ്ങൾക്ക് പിന്നൊരവസരം തന്നു. ഇനിയിപ്പോൾ ആ അവസരം കൂടി ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇമാതിരി അപക്വമായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് അപക്വമാണ്, അല്ലെങ്കിൽ അർബൻ നക്സലൈറ്റിൻ്റെ അരാജകവാദിയുടെ പ്രസ്താവനകളാണ്. മര്യാദകേടാണ് ഒരു രാഷ്ട്രത്തോട് കാണിക്കുന്നത്. മോദിക്ക് ഇതുകൊണ്ട് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ടുകളും സീറ്റുകളും കൂടുക എന്നതാണ്. നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു രാജ്യദ്രോഹിയായിട്ട് ഇന്ത്യയുടെ മനസ്സുകളിൽ ചേക്കേറും. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദേശസ്നേഹിയും ദേശശില്പിയുമായ, രാജ്യശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ദൗഹിത്രൻ ഒരു രാജ്യദ്രോഹിയായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ചേക്കേറും.